2020 ഡിഗ്രി ലൈഫ് അവസാനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ 10 പേരും കൂടെ ചേർന്ന് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് കൂട്ടത്തിൽ ആരെങ്കിലും കല്യാണം വരുമ്പോൾ നമ്മൾ കാണാറുണ്ടെന്നല്ലാതെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുകൂടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് കളർ ഡ്രസ് കോഡായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. വന്ന് കയറിയിട്ട് ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അതിന് മുന്നേ എവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനുള്ള സംശയം ചോദിച്ചുകൊണ്ട് വന്ന് നിൽക്കുവാണ് അവൾ. ഞാൻ ഫുൾ ടൈം ഫോണിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ വ്ളോഗിൽ ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുള്ള ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നത് പോലും പേടിച്ചിട്ടായിരുന്നു. 10:30 വരാൻ പറഞ്ഞിട്ട് കറക്റ്റ് 12 മണിയായപ്പോൾ വന്ന് കയറിയ 2 ഒരെണ്ണമാണ് ഇത്. പഠിച്ചിരുന്ന സമയത്ത് എന്ത് കോപ്രായത്തിനും നമ്മുടെ കൂട്ടത്തിൽ ചുറുചുറുക്കോടെ ഒന്നാമത് നിന്ന കൊച്ചായിരുന്നു ഇപ്പൊ പിള്ളേരെ നോക്കി ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നത്. പിള്ളേര് നമുക്കൊരു ശല്യം ഉണ്ടാവാതെ അവരുടേതായിട്ടുള്ള ലോകത്തിലായിരുന്നു. 12 മണിക്ക് കയറി വന്ന 2ാമത്തെ ആളാണ് ദേ ഈ നിൽക്കുന്നത്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും കുറച്ച് നുണയും കൊതിയൊക്കെ പറഞ്ഞതിന് ശേഷം ഫോട്ടോസ് എടുക്കലായിരുന്നു നമ്മുടെ മെയിൻ ഹോബി. വർഷങ്ങൾക്ക് ഇപ്പുറം കണ്ടിട്ടും ആ പ്രക്രിയയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. 10 പേരെന്ന് ഞാൻ പറഞ്ഞെങ്കിലും 8 പേർക്ക് മാത്രമേ അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ക്ഷീണിച്ച് ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് ബാർബിക്യൂ സ്പേസിലേക്ക് പോയി. പിള്ളേരെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പിള്ളേരെ കൊണ്ടുവന്ന 2 പേര് നമ്മുടെ കൂടെ വന്നില്ല. ഇതെനിക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് എന്റെ മോനെ ഞാൻ ആദ്യമേ വീട്ടിൽ തന്നെ ആക്കിയിട്ട് പോയത്. ഫുഡ് വരാൻ താമസിച്ചിട്ട് അടുത്തിരുന്നവളെ പിടിച്ച് തിന്നുവാണെന്ന് വിചാരിക്കരുത്, സ്നേഹപ്രകടനമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് എത്തി. പിന്നെ അത് തീർക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ഇതൊരു ഫുഡ് വ്ളോഗ് അല്ലെങ്കിൽ പോലും കുഴിമന്തിയുടെ ടേസ്റ്റ് കാരണം 2 വാക്ക് അതിനെപ്പറ്റി പൊക്കി പറയാതെ പോകാൻ എനിക്ക് തോന്നുന്നില്ല. നല്ല കിടിലൻ ഫുഡായിരുന്നു. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഈ പോഷൻ കട്ട് ചെയ്ത് കളയണമെന്ന് രഹസ്യമായിട്ട് ഒന്ന് പറയുന്നതാണ്. അത് ഞാൻ അതുപോലെ അനുസരിച്ചിട്ടുണ്ട്. പച്ചക്കുതിരയിലെ ദിലീപിനെ പോലെ വന്ന നേരം തൊട്ട് ഫുഡേ എന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ അത് കിട്ടിക്കഴിഞ്ഞ സന്തോഷത്തിൽ അവിടെ വെച്ചിരുന്ന സ്കൂട്ടറിൽ കയറി 2 ഫോട്ടോയും കൂടി എടുത്തിട്ട് അവൾ തിരികെ വന്നോളൂ. അങ്ങനെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും യാത്ര പറഞ്ഞു പോവാണ്. ഞങ്ങളെ വീടുകൾ തമ്മിൽ ഏകദേശം ഒരു 15-20 മിനിറ്റ് യാത്ര ചെയ്യേണ്ട ദൂരം ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത് അവള് തന്നെയായിരുന്നു. ഒരു സാധനം എടുത്ത സ്ഥലത്ത് നമ്മൾ തിരിച്ചു വെക്കണമല്ലോ, അത് അറിയാന്നുള്ളതുകൊണ്ട് തന്നെ അവൾ ആദ്യം എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷമാണ് തിരികെ പോയത്.